ഹലോ. ഞാനിന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതേ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കാർട്ടൂൺ മോഡൽ, ഒരു ചെറിയൊരു ഡാർക്ക് ചെയ്ത ഒരു വീടും പരിസരമാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ വരച്ച് കൂട്ടിയ കുറേ എന്താ പറയുക, പഴയ ഓല മേഞ്ഞ വീട് പോലത്തെ വീടും പിന്നെ എന്താ പറയുക, ടാർ ചെയ്യാത്ത റോഡും, പിന്നെ കമ്പി കൊണ്ട് മറ്റേ മുള കൊണ്ട് കുത്തിയ, അല്ലെങ്കിൽ കല്ല് മറ്റേ വടി കൊണ്ട് കുത്തിയ ഈ എന്താ പറയുക അതിരുവരമ്പുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു മോഡലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു പിക്ചറാണ് വരയ്ക്കുന്നത്. ഇത് ഡാർക്ക് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, കളർ ചെയ്തിട്ടുള്ള സാധാരണ ഒരു ഷെയ്ഡ് പോലെ ചെയ്യണതാണ്. ചെറിയൊരു റഫായിട്ടാണ് വരയ്ക്കണത് കേട്ടോ, ഇങ്ങനെ ഡീപ്പിൽ ഫിനിഷിംഗ് ആയിട്ടില്ല. ഒരു റഫായിട്ട് ഒരു ആദ്യം ഇങ്ങനെ ജസ്റ്റ് പ്രാക്ടീസിങ് മോഡൽ പോലെ തന്നെ വരയ്ക്കണതാണ്. നമ്മുടെ ഈ പണ്ട് കാലങ്ങളിലുള്ള ടൈപ്പ് കുന്നിൽ വീട്ടിലുണ്ടാകുന്ന വീടൊക്കെയാണ് ഏകദേശം വരച്ചു കൂട്ടുന്നത് കേട്ടോ. ഇതൊരു സിമ്പിളായിട്ടുള്ള ഡ്രോയിങ് ആണ് കേട്ടോ. ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയാനും പറ്റില്ല അല്ലേ, അങ്ങനത്തെ ഒരു മോഡലാണ് ഞാൻ എടുത്ത് വരയ്ക്കുന്നത്. ജസ്റ്റ് പെൻസിൽ കൊണ്ട് നമ്മൾ എന്താ പറയുക, ഒരു ചെറിയൊരു ലാൻഡ്സ്കേപ്പ് എന്നല്ല, നമ്മൾ ചെറിയൊരു വീടും പരിസരവും വരയ്ക്കുന്ന ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീടൊക്കെ പണ്ട് കുറേ നാൾ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അതിൻ്റെ മെത്തേഡൊന്നും കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു ഉദ്ദേശം വെച്ചൊക്കെ വരച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബിലെ ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഒരു എന്താ പറയുക, ഒരു സിറ്റി മുഴുവൻ വരച്ചെടുക്കുന്നത്. 2 പോയിന്റ് കുത്തി മറ്റേ സ്കെയിലിട്ട് മാർക്ക് ചെയ്ത് ഒരു സിറ്റി മുഴുവൻ വരച്ചിടും. അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇത് ഈ സാധാരണ നമ്മുടെ ബേസിക്കായിട്ട് എന്താ പറയുക, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ആർട്ട് സാർ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു കുന്ന്, ഒരു മല, ഒരു വീട്, ഒരു സൂര്യൻ, പിന്നെ ഒരു തെങ്ങ്, അതാണല്ലോ നമ്മുടെ ശരിക്കും സീനറി എന്ന് പറഞ്ഞാൽ. ആ ഒരു മെത്തേഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇതായിട്ടല്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മൾ പ്രാക്ടീസിങ് പോലെ തന്നെ ഇതാണ്. ഇതിന് തന്നെ കുറേ മിസ്റ്റേക്കുകൾ വരാം. നമ്മൾ ഷെയ്ഡിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് തോന്നിയേക്കണേ. അപ്പോൾ എന്താ പറയുക, ഇത് ഷെയ്ഡിങ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു എല്ലാം കൊണ്ടും ഭയങ്കര ഒരു തിങ്ങി നിൽക്കുന്ന പോലെ ഫീൽ വരും. ഇതിങ്ങനെ ബാക്ക് സൈഡിലുള്ള ഒരു മരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അത് ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ മാത്രം പോട്ടെ, ശരിക്കും നല്ല കളർ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു കാർട്ടൂൺ പോലെ വരിക എനിക്ക് തോന്നണത്. ഇതിപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങും പിന്നെ ഇത് ചെറുതായിട്ട് ബ്ലാക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇത് വാട്ടർ കളറോ അല്ലെങ്കിൽ കളർ വെച്ച് ടച്ച് ചെയ്യുമ്പോൾ ശരിക്കൊരു കാർട്ടൂണുള്ള വീടും അതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ കുറേ വരച്ച പടങ്ങളൊക്കെ ഉണ്ട്, അത് ഒന്ന് പഴയ നോക്കുക. വരയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കുക, നിങ്ങൾക്കൊരു നോളജ് കിട്ടിയാൽ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറേ ട്യൂട്ടോറിയൽസും പിന്നെ മോഡൽസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. കാരണം അതുമാത്രമേ നമ്മുടെ നോളജ് ഉള്ളൂ, അതാണ് നമ്മുടെ ലേണിങ്. അല്ലാതെ നമ്മൾ എന്താ പറയുക, പുറത്ത് പോയിട്ട് പഠിച്ച്
പിന്നെ ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രോയിങ് പ്രാക്ടീസിംഗ് എന്ന് പറഞ്ഞ് ചെറിയൊരു ഒരു ഇത് വരയ്ക്കാമെന്ന് വിചാരിക്കണം. അതായത് കണ്ണ്, മൂക്ക്, പല പല ഇങ്ങനെ നോക്കുന്നത്, പിന്നെ എന്താ പറയുക, ഷെയ്ഡ്, അങ്ങനെ ഒരു പ്രാക്ടീസിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബേസിക് അല്ലെങ്കിൽ ബിഗിനേഴ്സിന് ആർക്കെങ്കിലും റെഫർ ചെയ്യുകയും ചെയ്യാം. കാരണം ഞാനും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ എനിക്ക് തോന്നുന്ന മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്ത് അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ഉപകാരം അല്ലേ, നമ്മളങ്ങനെ ഉദ്ദേശിക്കുക. ആർക്കെങ്കിലും ഒരാൾക്കൊരു ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ടായാൽ അത് നല്ലതല്ലേ. അപ്പോൾ ഞാനങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അടുത്ത് അങ്ങനെ ഒരു നല്ലൊരു ട്യൂട്ടോറിയൽ ഇടാമെന്ന് വിചാരിക്കുന്നത്. ഡ്രോയിങ്ങിൻ്റെ എല്ലാം ബേസിക് എല്ലാം കാണിച്ചിട്ട് എൻ്റെ നോളജും പിന്നെ ഞാൻ എന്താ പറയുക, പഠിച്ച കുറേ കാര്യങ്ങൾ അങ്ങനെ വെച്ചിട്ട് ഒരു ഡ്രോയിങ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പണ്ട് മുതലേ നമ്മൾ ഈ തെങ്ങ് നമ്മൾ വരയ്ക്കുമായിരുന്നു. ഈ സ്കൂൾ ടൈമിൽ തന്നെ തെങ്ങ് വരപ്പിക്കുമായിരുന്നു. എപ്പോഴും തെങ്ങും വീടുമാണ് എപ്പോഴും മെയിൻ സ്റ്റാർ സ്കൂളുകളിൽ. അതിങ്ങനത്തെ വീടൊക്കെ തന്നെ ആയിരിക്കും. വലിയ വീടൊന്നുമല്ല, രണ്ട് നില വീടൊന്നുമല്ല, സാധാ ഉള്ളേരിയുള്ള ഏതെങ്കിലും ചെറിയൊരു വീട്. അതിപ്പോൾ ഈ വർഷിക്കുന്നത് ബാത്റൂമാണ്. അത് വീടിൽ നിന്ന് കുറേ ദൂരെ ആയിരിക്കും. ഈ കാർട്ടൂണെന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് വരച്ചപ്പോൾ ഇങ്ങനെ നമ്മുടെ ചോട്ടാ ഭീമിൻ്റെയൊക്കെ അവിടെയുള്ള ഒരു വീട് പോലെ എനിക്കിങ്ങനെ തോന്നി ശരിക്കും പറഞ്ഞാൽ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ പെൻസിലിൻ്റെ ഒരു ഏകദേശം ഷെയ്ഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ആ പേര കൊണ്ടൊന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. ഭീമിൻ്റെ കുറേ പടങ്ങളൊക്കെ ഞാൻ വരച്ചു. ചോട്ടാ ഭീം, മറ്റേ ചുട്കി, എന്താ പറയുക, ജിയാൻ, പിന്നെ നോബിത, ഷിസുക്ക, ഇവരൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് വരച്ചിട്ടുണ്ട്. വീട്ടിൽ വീട്ടുകാർക്കൊക്കെ മനസ്സിലാവും ഇതൊക്കെ ഏത് കഥാപാത്രങ്ങളാണ്, ആരാണെന്നൊക്കെ. ഇപ്പോൾ പിന്നെ പിള്ളേർ അതൊന്നുമല്ല കാണും. ഇപ്പോൾ വലിയ എന്താ പറയുക, ഇതിനേക്കാളും ഭയങ്കര എന്താ പറയുക, ഫൈറ്റിംഗ് കാർട്ടൂണുകളൊക്കെയാണ് ഇപ്പോൾ പിള്ളേർ കാണുന്നത് അല്ലേ. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ മിക്കി മൗസ്, ഹീമാൻ, ബാറ്റ്മാൻ, സ്പൈഡർമാൻ, അതൊക്കെയായിരുന്നു. അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇത് ഏകദേശം നമുക്ക് ഇതായിട്ടുണ്ട്. ഷെയ്ഡിങ് എല്ലാം കഴിഞ്ഞിട്ട് പേരുകൊണ്ടൊന്ന് ചെറുതായിട്ടുണ്ട്. ഓക്കെ. ഹലോ, ഇന്നിപ്പോൾ ഞാൻ ചെറിയൊരു എന്താ പറയുക, കാർട്ടൂൺ പോലത്തെ ഇതാണ് വരച്ചത്. നമുക്ക് അടുത്തൊരു നല്ലൊരു ഒരു ആക്ടറിൻ്റെ ഒരു റഫ് സ്കെച്ച് അല്ലെങ്കിൽ ഫ്രീ സ്റ്റൈൽ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.